അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുമായിട്ടാണ്. ഒരു വാസലിൻ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലും കാണുന്ന ഒന്നാണല്ലോ വാസലിൻ. അപ്പോൾ പല ഉപയോഗങ്ങളുണ്ട് നമ്മൾ അറിയാതെ പോയിട്ടുള്ള. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എന്താണെന്ന് നോക്കാം. നാം ഉപയോഗിക്കുന്ന മോതിരം, അതേപോലെ തന്നെ വള ഒക്കെ നല്ല ടൈറ്റിലാണെങ്കിൽ നമുക്ക് ഊരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാവും. വിരലൊക്കെ നോവിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റിങ്ങൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം വാസലിൻ എടുക്കുക. വാസലിൻ എടുത്തിട്ട് നമുക്ക് ഈ മോതിരത്തിൻ്റെ അപ്പുറത്ത് ഈ സൈഡിലും രണ്ട് സൈഡിലും അടിയിലോട്ടായിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ലൂസായിട്ട് നമുക്ക് വഴുതിയിട്ട് തന്നെ മോതിരം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ടാകുന്ന വളയൊക്കെ നല്ല ടൈറ്റ് ആണെങ്കിൽ അവരെ വേദനിപ്പിക്കാതെ കുറച്ച് വാസലിൻ എടുത്തിട്ട് അവരുടെ കയ്യിൽ തടവിയിട്ട് ഊരിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടുന്നതായിരിക്കും. പറയാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് എന്ത് ഫ്രൈ ചെയ്താലും എന്താക്കിയാലും നമ്മുടെ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല അഴുക്കായിരിക്കും. അപ്പോൾ അത് കഴുകാനായിട്ട് ഉരച്ച് കഴുകാതെ ഒരല്പം വാസലിൻ എടുക്കുക. എന്നിട്ട് ഈ കറിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിൻ്റെ കമ്പിയൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ വാസലിൻ എല്ലായിടത്തും ഇതേപോലെ കുറച്ചെടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി. ഞാൻ മുഴുവനായിട്ട് തേച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഈ സൈഡിലോട്ട് മാത്രം ഞാനിപ്പോൾ വാസലിൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ കറ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഭാഗത്ത് ഞാനിപ്പോൾ വാസലിൻ തേച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു സൈഡ് മാത്രമാണ് തേച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ, നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ എണ്ണ മെഴുക്കൊക്കെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് വാസലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ടിപ്പ് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ക്ലീനാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ലവണ്ണം വെട്ടി തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ ബാഗൊക്കെ സിബ് നല്ല ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റുള്ള സിബൊക്കെ ഉണ്ടെങ്കിൽ വളരെ ലൂസായിട്ട് സ്മൂത്തായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലിൻ എടുക്കുക. വാസലിൻ എടുത്തിട്ട് നമുക്ക് ഈ സിബിലോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ സിബിൽ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സിബ് വലിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു സൗണ്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ തുറക്കാനും അടുക്കാനും സാധിക്കുന്നതായിരിക്കും. കുട്ടികളുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ ജാക്കറ്റിനുള്ള സിബൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് വാസലിൻ തടി കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലൂസ് ഇങ്ങനെ അഴിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള ബാഗാണെങ്കിലും കുറച്ച് അല്പം ഒരു ടിഷ്യൂ പേപ്പറിൽ വാസലിൻ തേച്ചിട്ട് കൊടുത്താൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് നല്ല പുതുപുത്തൻ തന്നെ ആയിരിക്കും. സ്ക്രാച്ചൊന്നും വീഴാതെ വളരെ കാലം കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. അടുത്തതായി പറയുന്നത്, നമ്മൾ വാഷ്റൂമിൻ്റെ ഡോറിലൊക്കെ വെള്ളമൊക്കെ തെറിച്ചിട്ട് ഉപ്പിൻ്റെ ഒരു കറ പോലെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് എത്ര കഴുകിയാലും പിന്നെയും വരും. അതിനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് വാസലിൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കറയുള്ള ഭാഗത്ത് ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉപ്പിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പരട്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. ഇതേപോലെ തുടച്ചെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് വെള്ളം തെറിക്കുമ്പോൾ അതിലോട്ട് വെള്ളം ഒട്ടും തന്നെ നിൽക്കത്തുമില്ല. ഈ ഉപ്പിൻ്റെ കറ ഒന്നും പിടിക്കത്തുമില്ല. അപ്പോൾ ഡെയിലി ഒന്നും കഴുകാണ്ട് നമുക്ക് ഒരു മാസത്തോളം അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്താൽ നമുക്ക് ഇനി വെള്ളം കൊണ്ടാലും ഇതിൽ ഉപ്പിൻ്റെ കറയോ വെള്ളമോ നിൽക്കത്തില്ല. ഇങ്ങനെ ഉറ്റി വീഴുന്നതായിരിക്കും. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് ദീർഘകാലം നമ്മുടെ ഡോറൊക്കെ പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, തമ്മയിൽ കണ്ട പോലെ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറിയായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. കുട്ടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നമുക്ക് എത്ര തുടച്ചാലും ഈ കറ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മാർഗ്ഗമാണ് അല്പം വാസലിൻ എടുക്കുക. എന്നിട്ട് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഈ തുണി കൊണ്ട് ഇത്രയും വാസലിൻ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫ്രിഡ്ജിനുണ്ടാകുന്ന കറയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ്
പുതുപുത്തനായിരിക്കും. 1 മാസത്തോളം നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ പുറത്ത് വൃത്തിയാക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെന്നും നല്ല നൈസായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും, തുരുമ്പിക്കാതെ. അതേപോലെ കറകളൊന്നും ഇല്ലാതെ കലകളൊന്നും ഇല്ലാതെ പുതുപുത്തൻ ഫ്രിഡ്ജാണ് തന്നെ പോലെ ഇരിക്കും. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ഷൈനിങ് ഉണ്ടല്ലോ. അത്രയും കറകളും കലകളും ഉണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിന്. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ തുടച്ചതേ ഉള്ളൂ. വ്യത്യാസം നല്ലവണ്ണം തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. ഇതായി ഞാൻ പറയാൻ പോകുന്നത്, ഇങ്ങനെ ഫോണൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഫോണിലൊക്കെ നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ പണീൻ്റെ ഇടയിലൊക്കെ എടുത്താൽ ഇങ്ങനെ കറകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കുന്നതിനേക്കാളും നല്ലത് അല്പം കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഫോൺ കേടാവാതില്ല, പിന്നെ വെള്ളമൊക്കെ നിൽക്കത്തില്ല. വാട്ടർ പ്രൂഫായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്പം മാത്രം വാസലിൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ വീട്ടിലെ മിററും കണ്ണട ഉണ്ടെങ്കിൽ കണ്ണടയൊക്കെ എല്ലാം തുടച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. നല്ല ക്ലീനായിട്ട് പുതുപുത്തൻ പോലെ ഇരിക്കും നമ്മുടെ കയ്യിലുള്ള ഫോണും മിററും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതായി പറയാൻ പോകുന്ന ടിപ്പ്, നമ്മുടെ മിക്സിയുടെ ജാറുണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ കറങ്ങുമ്പോൾ നല്ല ടൈറ്റിലായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ അരഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതിനായിട്ട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വാസലിൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വാഷറിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. മിക്സിയുടെ അകത്ത് ഒരിക്കലും തേച്ച് കൊടുക്കരുത് കേട്ടോ, ഇല്ല ഫുഡിലൊക്കെ ഇത് കലർന്ന് പോവും. അപ്പോൾ ഈ വാഷറിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തിരിഞ്ഞിട്ട് അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ടൈറ്റോ ഒരു പലതരം സൗണ്ടൊക്കെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാസലിന് ഇതിൻ്റെ വാഷറിലോട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതായിട്ട് പറയാൻ പോകുന്നത്, നമുക്ക് ഇതേപോലത്തെ ഡബ്ബ ഉണ്ടാവുമല്ലോ, നമ്മൾ ഒരു സാധനം കിച്ചണിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ അതിന് മൂടിക്കൊക്കെ കറ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇത് തുറക്കുമ്പോൾ എടുക്കുമ്പോൾ ഒക്കെ കൈ ഒന്നും കഴുകാതെ പെട്ടെന്നല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൂടൊക്കെ എളുപ്പത്തിലൊന്ന് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലിൻ തടുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലവണ്ണം ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയി കിട്ടിയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്. പോരാത്തതിന് ഇതിനകത്ത് ഇപ്പോൾ വെള്ളമൊന്നും കടക്കത്തില്ല. വെള്ളം കൊണ്ട് കഴുകിയാൽ നമുക്ക് ഇതൊക്കെ ആകെ ഇതിനുള്ള എല്ലാ മസാലകളും നനഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിതിൽ എള്ളാന്ന് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മാത്രം മതി. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്പം വാസലിൻ തടവി കൊടുത്താൽ ഇതെല്ലാം നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കറ പിടിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഇതേപോലത്തെ കണ്ടെയ്നറൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. കണ്ടല്ലോ, സൈഡിൽ പോലും കറകളുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും തന്നെ ഇതിനകത്ത് കറയൊന്നുമില്ല, അത് ടിഷ്യൂ പേപ്പറിൽ പിടിച്ചത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതായിരിക്കും. വെള്ളവും ഡിഷ് വാഷറോ ഒന്നും ഇല്ലാതെയാണ് ക്ലീനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇഷ്ടമായ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഹെയറൊക്കെ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ചെവിയുടെ അടിയിലും മുകളിലും നെറ്റിയിലൊക്കെ ഈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആയാൽ തന്നെ നമുക്ക് സ്കിന്നിലൊട്ടും തന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വാസലിൻ എടുത്തിട്ട് ചെവിയുടെ പുറകിലും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലും നെറ്റിയിലൊക്കെ ഉരച്ച് കൊടുക്കണം. ആദ്യം തന്നെ തടവി കൊടുത്തിട്ട് ഹെയർ ഡൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നമ്മുടെ സ്കിന്നിന് കേടാവത്തുമില്ല, സ്കിന്നിന് ആവത്തുമില്ല. ഒന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കണേ.